ഹായ് സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ മൊഡ്യൂൾ 2 ലാസ്റ്റ് പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ നോട്ട് എഴുതിയതാണ്, അപ്പോൾ വീഡിയോ കണ്ടിട്ട് വോയിസ് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബയോ ഡൈവേഴ്സിറ്റി. എന്താണ് ബയോ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ വൈവിധ്യം, അതായത് ഒരുപാട് സ്പീഷീസ്, ആനിമൽസ്, ബേർഡ്സ്, പ്ലാന്റ്സ്, ഇതൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു എന്താണ് ഏരിയയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ അക്വാട്ടിക് ഉണ്ടായിരിക്കാം, ടെറസ്ട്രിയൽ ഉണ്ടായിരിക്കാം, അതായത് ജലത്തിൽ വളരുന്നതും കരയിൽ വളരുന്നതുമാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെയുള്ള ഒരു ഏരിയയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് വെറൈറ്റി ടൈപ്സ് ഉണ്ട്. 3 ലെവൽസ് ആയിട്ടാണ്. ഒന്ന് ജനറ്റിക് വേരിയബിലിറ്റി വിത്ത് എ സ്പീഷീസ്, വെറൈറ്റി സ്പീഷീസ് വിത്ത് കമ്മ്യൂണിറ്റി, then and organization of species in an area into distinctive plant and animal communities. ഓക്കെ, അങ്ങനെ ഈ 3 ടൈപ്പാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ജനറ്റിക് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ഡൈവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് നമ്മുടെ ജീനിലുള്ള വ്യത്യാസം, അതായത് ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ ആണെങ്കിലോ മറ്റേതെങ്കിലും സ്പീഷീസിൻ്റെയോ ആനിമൽസിൻ്റെയോ ഒക്കെ ജീനോമാറ്റിക് ചേഞ്ച് അല്ലെങ്കിൽ അതിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് നമുക്ക് ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ നമ്മളുടെ മനുഷ്യൻ്റെ കാര്യം തന്നെ എടുത്താൽ അതിൻ്റെ ജീനിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഓരോരുത്തരും ഓരോ വ്യത്യസ്ത മുഖച്ഛായങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്ത ക്യാരക്ടേഴ്സുള്ള ഒരുപാട് ആളുകളാണ്, അല്ലേ? അപ്പം ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ജീനിലുള്ള ജനറ്റിക് മാറ്റം കാരണം എന്താണ് ലാർജ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഉണ്ടാവുക. ഓക്കെ, ദെൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ദ നമ്പർ ഓഫ് സ്പീഷീസ് ആൻഡ് പ്ലാന്റ്സ് ആനിമൽസ് ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ ദ റീജിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്സ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അതായത് പ്ലാന്റ്സ്, ആനിമൽസ്, ഇതൊക്കെ എന്താണ് ഓരോ സ്പീഷീസ് അല്ലേ? അപ്പോൾ ഇവരൊക്കെ എന്താണ് ഏതെങ്കിലും ഒരു എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നു. ഓക്കെ, സം ഏരിയസ് ആർ മോർ റിച്ച് ഇൻ സ്പീഷീസ് ദാൻ അതേഴ്സ്. ചില ഏരിയകൾ എന്താണ് സ്പീഷീസ് ചിലപ്പോൾ ചില ഏരിയകളിൽ കൂടുതലുണ്ടായിരിക്കും, ചില ഏരിയയിൽ ചിലപ്പോൾ കുറച്ചായിരിക്കും, അല്ലേ? ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ വരയാടുകളൊക്കെ കാണാം, നമ്മുടെ നീലക്കുറിഞ്ഞിയൊക്കെ പൂക്കുന്ന ആ ഒരു ഏരിയയിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നതൊക്കെ. അപ്പോൾ അതായത് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് ചില സ്പീഷീസ് ചില സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടുവരുന്നുള്ളൂ. അപ്പോൾ അതിനെയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ലാർജ് വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് എക്കോസിസ്റ്റം. നമുക്കറിയാം ഒരുപാട് എക്കോസിസ്റ്റംസ് നമ്മൾ പഠിച്ചു. എന്താണ് നമ്മുടെ റിവർ, ഫോറസ്റ്റ് എക്കോസിസ്റ്റം, എന്താണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം, അങ്ങനെ ഒരുപാട് എക്കോസിസ്റ്റംസ് പഠിച്ചു, അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് എക്കോസിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റീസിനെയാണ് ദ ലാർജ് വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് എക്കോസിസ്റ്റം ഓൺ ദ എർത്ത്, അതാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് നെക്സ്റ്റ് വരുന്നത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതായത് നമുക്ക് ഈ ജൈവ വൈവിധ്യം, അല്ലേ, ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യണം അല്ലെങ്കിൽ സംരക്ഷിക്കണം. അത് 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് ഇൻസിറ്റീവ് ആൻഡ് രണ്ടാമത് എക്സിറ്റീവ്. ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാഷണൽ പാർക്കുകളൊക്കെ അല്ലേ, അപ്പം അവിടെയൊക്കെ എന്താണ് അവർ ഇപ്പോൾ ഈ കടുവയോ പുലിയോ അങ്ങനെ എന്തൊക്കെ ജന്തു സ്പീഷീസ് ജീവജാലങ്ങളുണ്ടോ അവയൊക്കെ വളരുന്ന ആ ഏരിയേനെ നമ്മൾ കൺസർവ് ചെയ്യുക. ഓക്കെ, ഓൾറെഡി ഉള്ള ഏരിയയെ നമ്മൾ എന്ത് ചെയ്യാണ് കൺസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇതൊക്കെ എന്താ ഓൾറെഡി അവിടെ ഉള്ള ഏരിയകളെ നമ്മൾ എന്ത് ചെയ്യാണ് പ്രിസർവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സംരക്ഷിക്കുകയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തിൽ ഇൻസിറ്റ്യൂവിൻ്റെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻസിറ്റീവ് കൺസർവേഷൻ എന്താണ് എന്നൊക്കെയാണ് ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
അതായത് നമ്മൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, അതായത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സ്പീഷീസിനും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ സംരക്ഷിച്ച്, ചിലപ്പോൾ നമ്മൾ ഈ സുവോളജിക്കൽ പാർക്ക് അങ്ങനത്തെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ സംരക്ഷിക്കുന്ന ഏരിയനെയാണ് നമ്മൾ എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ, അതുപോലെ തന്നെ മൃഗങ്ങളെയും മറ്റ് ഇതിനൊക്കെ സംരക്ഷിക്കാൻ സുവോളജിക്കൽ പാർക്ക്, ഇതൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഏരിയാസിന് പറയുന്ന പേരാണ് എക്സിറ്റീവ് കൺസർവേഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലാക്കി വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, so thank you all of you.